ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഒരു റിസർച്ചർ ഫോളോ ചെയ്യേണ്ട എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെ പ്രിൻസിപ്പിൾ ആണ് ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ താഴെ പറയുന്ന പ്രിൻസിപ്പിൾസ് ഒക്കെയാണ് ഒരു റിസർച്ചർ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടത്. ഒന്ന്, ഹോണസ്റ്റി ആണ്. അതായത് ഡാറ്റ റിപ്പോർട്ട് ചെയ്യുന്നതും റിപ്പോർട്ട് ഡാറ്റ ചെയ്യുന്ന സമയത്തും അതുപോലെ റിസൾട്ട്, മെത്തേഡ്, പ്രൊസീജിയർ, പബ്ലിക്കേഷൻസ്, സ്റ്റാറ്റസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ വളരെയധികം സത്യസന്ധതയോട് കൂടി ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. രണ്ടാമത്താണ് ഒബ്ജക്ടിവിറ്റി. ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ചർ ഓരോ ഡിസിഷൻസ് എടുക്കേണ്ടത്, അതായത് ഫൈൻഡിങ്സും അതുപോലെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടതും ബയാസിന്റെ ബേസിലായിരിക്കരുത്. ശരിക്കും ഫാക്ട് എന്താണോ ആ ഫാക്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഡിസിഷൻസ് എടുക്കാൻ പറ്റുകയുള്ളൂ. അത് ഇന്റർപ്രറ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് ട്രൈ ടു മിനിമൈസ് ബയാസ് ഓർ സെൽഫ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ എപ്പോഴും ട്രൈ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ബയാസ് എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യുക, സെൽഫായുള്ള ഇതുപോലെ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യാണ് മാക്സിമം ചെയ്യേണ്ടത്. അതാണ് ഒബ്ജക്ടിവിറ്റി ആയിരിക്കണം എപ്പോഴും ഒരു റിസർച്ചർ. അടുത്താണ് കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടായിരിക്കണം. അതായത് എല്ലാ കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. ഇപ്പോൾ പാർട്ടിസിപ്പൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് അവരുടെ ഇൻഫർമേഷൻ ഒന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും എന്ത് വേണം, ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടായിരിക്കണം. അടുത്താണ് കെയർഫുൾനെസ്. അതുപോലെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, വളരെ വ്യക്തമായ രീതിയിൽ ക്രിട്ടിക്കലി ആയിട്ട് എന്ത് ചെയ്യണം, എക്സാമിൻ ചെയ്യണം. ഓരോ വർക്കും, സ്വന്തം വർക്കും അതുപോലെ എന്ത് ചെയ്യാണ് അവരുടെ കൊളീഗ്സ് ചെയ്യുന്ന വർക്കൊക്കെ എന്ത് ചെയ്യണം, ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യുകയും കെയർഫുള്ളി ആയിട്ട് കൈകാര്യം ചെയ്യുകയൊക്കെ വേണം. അടുത്തതാണ് ഇന്റഗ്രിറ്റി. അതുപോലെ ഇന്റഗ്രിറ്റി ഉണ്ടായിരിക്കണം. ഒരു റിസർച്ചർക്ക് തീർച്ചയായിട്ടും വേണ്ടത് ഇന്റഗ്രിറ്റി ആണ്. അതുപോലെ പ്രോമിസ്, അതുപോലെ എഗ്രിമെന്റ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യണം, അത് അതുപോലെ തന്നെ കൃത്യമായിട്ട് തന്നെ പാലിക്കാൻ ശ്രമിക്കണം. പ്രോമിസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രോമിസും എഗ്രിമെന്റ്സ് കൃത്യമായ രീതിയിൽ പാലിക്കണം. അതുപോലെ സിൻസിയർ ആയിട്ട് എന്ത് ചെയ്യണം, ആക്ട് ചെയ്യണം. അടുത്താണ് ഓപ്പൺനെസ്. ഓപ്പൺനെസ് ആയിരിക്കണം. അതായത് കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം, ഡാറ്റ, റിസൾട്ട്, ഐഡിയാസ്, ടൂള്, റിസോഴ്സ് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യാനുള്ള ഒരു മനോഭാവം തീർച്ചയായിട്ടും ഒരു റിസർച്ചർക്ക് ഉണ്ടായിരിക്കണം. അടുത്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം റിസർച്ചർക്ക്. അതായത് സോഷ്യൽ ഗുഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോഷ്യൽ ഫെയ്ത്തിനൊക്കെ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരിക്കണം റിസർച്ച് എന്ന് പറഞ്ഞാൽ. അത് സോഷ്യലിന് യാതൊരുവിധ ഹാം വരാത്ത രീതിയിൽ കാര്യങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ റിസർച്ചൊക്കെ ചെയ്യുന്നതായിരിക്കണം ഒരു റിസർച്ചർ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് സോഷ്യലിന് എന്തെങ്കിലും ദോഷകരമായിട്ട് വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാന് ഒരു റിസർച്ചർ പാടില്ല. അതായത് ഇപ്പോ ചില ആളുകൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഇപ്പോ സോഷ്യലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവർക്ക് ഹാംഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും അവർ റിസർച്ച് ചെയ്യുക. അത്തരം റിസർച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. അടുത്താണ് റെസ്പെക്ട് ഫോർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. അതുപോലെ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡാറ്റ, മെത്തേഡ്സ്, റിസൾട്ട് അതൊന്നും പെർമിഷൻ കൂടാതെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ പെർമിഷൻ കൂടാതെ മറ്റുള്ളവരുടെ റിസർച്ച് വർക്കുകൾ അല്ലെങ്കിൽ അൺപബ്ലിഷ്ഡ് ഡാറ്റകളോ മെത്തേഡ്സുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അടുത്താണ് റെസ്പോൺസിബിൾ പബ്ലിക്കേഷൻ. അതുപോലെ പബ്ലിക്കേഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒരു റിസർച്ചർ അത് ഏറ്റെടുക്കണം. അടുത്താണ് റെസ്പോൺസിബിൾ മെന്ററിങ്. അതുപോലെ മെന്റർ അതായത് സ്റ്റുഡൻസിന് ഒക്കെ എന്ത് ചെയ്യുക, അഡ്വൈസ് കൊടുക്കുക, മെന്റർ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ എഡ്യൂക്കേറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു റിസർച്ചറൊക്കെ തയ്യാറാകണം. അടുത്താണ് റെസ്പെക്ട് ഫോർ കൊളീഗ്സ്. അതുപോലെ സ്വന്തം കൂടെ വർക്ക് ചെയ്യുന്ന, സ്വന്തമായിട്ട് നമ്മുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നവരെയൊക്കെ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. അപ്പോൾ നമ്മളെ കൊളീഗ്സുമായിട്ട് എന്ത് ചെയ്യുക, നല്ലൊരു രീതിയിലൊക്കെ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. അടുത്താണ് നോൺ ഡിസ്ക്രിമിനേഷൻ. ആരെയും എന്തില്ല, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. കൊളീഗ്സിനെയോ സ്റ്റുഡൻസിനെ എന്തില്ല, സെക്സ്, റേസ്, എത്തിക്കാലിറ്റി തുടങ്ങിയ ബേസിലൊന്നും എന്തില്ല, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അടുത്തതാണ് കോമ്പിറ്റൻസി. അതുപോലെ പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ഒക്കെ എന്ത് ചെയ്യണം, ഇംപ്രൂവ് ശ്രമിക്കാനൊക്കെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതുപോലെ റിസർച്ച് എന്ന് പറയുമ്പോൾ ലൈഫ് ലോങ് ലേണിംഗ് ആണ്. അപ്പൊ അതിലൊക്കെ എന്ത് ചെയ്യണം, എക്സ്പേർട്ട് ആയിരിക്കണം. അടുത്തതാണ് ലീഗാലിറ്റി. നിയമാനുസൃതമായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒക്കെ ഫോളോ ചെയ്തു പോകണം. നിയമവിരുദ്ധമായ രീതിയിൽ യാതൊരുവിധ റിസർച്ച് കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. അടുത്താണ് ഹ്യൂമൻ സബ്ജക്ഷൻ പ്രൊട്ടക്ഷൻ. അതുപോലെ ഇപ്പോ വ്യക്തികൾക്കൊക്കെ എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ റിസ്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിസ്ക് ഉള്ള കാര്യങ്ങൾ ഉണ്ടാവും, അതുപോലെ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യുക.
അതുപോലെ മാക്സിമം ബെനിഫിറ്റ്സ് ഹ്യൂമൻസിനൊക്കെ മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള റിസർച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ചെയ്യുവാൻ വളരെയധികം ശ്രദ്ധിക്കണം. അടുത്താണ് ആനിമൽ കെയർ. അതുപോലെ ആനിമലിനെ പ്രോപ്പറായ രീതിയിൽ റെസ്പെക്ട് ചെയ്യാനും അവരെ കെയർ ചെയ്യുന്ന തരത്തിലുള്ള റിസർച്ച് കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഈ മൃഗങ്ങളെ കൂടുതൽ എന്ത് ചെയ്യണം, അവർക്ക് ഹാംഫുൾ ആയിട്ടുള്ള റിസർച്ച് കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റിസർച്ചർ ഫോളോ ചെയ്യേണ്ട എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. അപ്പൊ ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തത് ഹോണസ്റ്റി, 2 ഒബ്ജക്ടിവിറ്റി, 3 കോൺഫിഡൻഷ്യാലിറ്റി, 4 കെയർഫുൾനെസ്, 5 ഇന്റഗ്രിറ്റി, 6 ഓപ്പൺനെസ്, 7 സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, 8 റെസ്പെക്ട് ഫോർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, 9 റെസ്പോൺസിബിൾ ഫോർ പബ്ലിക്കേഷൻ, 10 റെസ്പോൺസിബിൾ ഫോർ മെന്ററിംഗ്, 11 റെസ്പെക്ട് ഫോർ കൊളീഗ്സ്, 12 നോൺ ഡിസ്ക്രിമിനേഷൻ, 13 കോമ്പിറ്റൻസ്, 14 ലീഗാലിറ്റി, 15 ഹ്യൂമൻ സബ്ജക്ട്സ് പ്രൊട്ടക്ഷൻ, 16 ആനിമൽ കെയർ. ഓക്കെ, ഇനി അടുത്ത ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്ടിവിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി ഇൻ റിസർച്ച് ആണ്. അതായത് ഒബ്ജക്ടിവിറ്റി ഈസ് എ പേഴ്സണൽ ഇമ്പാർഷ്യാലിറ്റി. അതായത് അപ്പോ ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫാക്ടിന്റെ ബേസിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുക. അതാണ് ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്താണ്, ചില ബയാസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്താണ് സെൽഫ് ഡിസിപ്ഷന്റെ ബേസിലേക്ക് എന്ത് ചെയ്യാണ് തീരുമാനം എടുക്കുന്നതാണ് ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, ഒബ്ജക്ടിവിറ്റി ശരിക്കും ഫാക്ട് ആണ്. അത് ഒരിക്കലും ഒപ്പീനിയന്റെ ബേസിലൊന്നും അത് ആൾട്ടർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഫാക്ട് കാര്യങ്ങൾ യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാവില്ല. കറക്റ്റ് എന്താണോ ഈ ഒരു റിസർച്ചിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വരുന്ന കാര്യം അത് അതുപോലെ തന്നെ ഉണ്ടാകും. നേരെ മറിച്ച് സബ്ജക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് ജഡ്ജ്മെന്റ് ബേസിലായിരിക്കും. അതായത് പേഴ്സണൽ ഇംപ്രഷൻസ്, അതുപോലെ ഫീലിങ്സ്, ഒപ്പീനിയന് തുടങ്ങിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ജഡ്ജ്മെന്റ് ആണ് ഒരു സബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അപ്പോ സബ്ജക്ടിവിറ്റിയിൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വളച്ചൊടിക്കാനൊക്കെ പറ്റും. കാരണം ഫാക്ടിന് എന്ത് ചെയ്യാൻ പറ്റും, അതൊരു പല രൂപത്തിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഇനി നോക്കാനുള്ളത് അത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. എന്താണ് സബ്ജക്ടിവിറ്റിയും ഒബ്ജക്റ്റീവും തമ്മിലുള്ള ഡിഫറൻസുകൾ? ഒബ്ജക്റ്റീവ് ഇൻഫർമേഷൻ ഹാസ് ദ എബിലിറ്റി ടു ബി കൗണ്ടഡ് ഓർ ഡിസ്ക്രൈബ്ഡ്. അതായത് ഒബ്ജക്റ്റീവ് ഇൻഫർമേഷന് വിവരങ്ങൾ കൗണ്ട് ചെയ്യാനോ അതുപോലെ ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ ഉള്ള കഴിവുണ്ട്. അതേസമയം സബ്ജക്റ്റീവ് ഇൻഫർമേഷൻ ഓൺ ദ അതർ ഹാൻഡ് ക്യാൻ കൺസിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ജഡ്ജ്മെന്റ്, അസംഷൻ, ബിലീഫ്, സസ്പീഷൻ ഓർ റൂമർ. അതേസമയം സബ്ജക്റ്റീവ് ഇൻഫർമേഷൻ കൺസിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ജഡ്ജ്മെന്റ്, അസംഷൻസ്, ബിലീഫ്, സസ്പീഷൻസ്, അതുപോലെ റൂമർ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഇൻഫർമേഷൻസ് ഫാക്ട് ആണ്. അതേസമയം സബ്ജക്റ്റീവ് ഇൻഫർമേഷൻസ് എന്താണ്, ഈ പറഞ്ഞ ജഡ്ജ്മെന്റ് ആകാം, അസംഷൻ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബിലീഫ് ആകാം, സസ്പീഷൻസ് അല്ലെങ്കിൽ റൂമറോ കാര്യങ്ങളൊക്കെ ആകാവുന്നതാണ്. അടുത്തതാണ് ഒബ്ജക്റ്റീവ് ഇൻഫർമേഷൻ ഡസ് നോട്ട് വേരി whereas സബ്ജക്റ്റീവ് ഇൻഫർമേഷൻ ക്യാൻ വേരി ഗ്രേറ്റ്ലി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഓർ ഡേ ടു ഡേ. ഒബ്ജക്റ്റീവ് ഇൻഫർമേഷൻ ഒരിക്കലും എന്തില്ല ചേഞ്ചസ് വരാൻ സാധ്യതയില്ല, കാരണം അത് ഫാക്ട് ആയിരിക്കും. അതേസമയം സബ്ജക്റ്റീവ് ഇൻഫർമേഷൻസ് എന്താണ് വളരെയധികം ചേഞ്ചസ് വരാം. അത് പേഴ്സണിൽ നിന്നും പേഴ്സണിലോട്ട് പോകുമ്പോൾ അത് വളരെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഡേന്ന് മറ്റൊരു ഡേയിലോട്ട് പോകുമ്പോൾ വ്യത്യാസം വരാൻ ഉണ്ടാവും. ഓക്കെ, അടുത്തതാണ് സബ്ജക്റ്റിവിറ്റി ക്യാൻ ആക്ച്വലി ബി wrong or far from the truth, whereas objectivity means being close to the truth as possible. അതുപോലെ സബ്ജക്റ്റിവിറ്റി ആക്ച്വലി എന്താണ്, അത് റോങ് ആകാം, അതുപോലെ ട്രൂത്തിൽ നിന്നൊക്കെ വ്യത്യാസം വരുന്നതൊക്കെ ആകാം. നേരെ മറിച്ച് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാക്സിമം ട്രൂവിന്റെ അടുത്ത് വരാവുന്ന പോസിബിലിറ്റി കാര്യങ്ങളൊക്കെയാണ് ഈ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. Often objectivity is used in decision making process, whereas subjectivity should be considered but less strongly so. അതുപോലെ ഒബ്ജക്റ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് മാത്രമേ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആവുള്ളൂ. അതേസമയം സബ്ജക്റ്റിവിറ്റി ബേസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യാവുന്നതാണ്, പക്ഷെ സ്ട്രോങ് കുറവായിരിക്കും. കാരണം ബയാസോ അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് ബേസിലുള്ള കാര്യങ്ങളായിരിക്കും. മറ്റേതെന്താണ് ശരിക്കും ഫാക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതുമായി ബന്ധപ്പെട്ട ഡിഫറൻസുകൾ, ഒബ്ജക്റ്റിവിറ്റിയും സബ്ജക്റ്റിവിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഫാക്ട് കാര്യങ്ങളാണ്. മറ്റേ സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ജഡ്ജ്മെന്റ് ആകാം, റൂമർ ആകാം, മറ്റെന്തെങ്കിലും ആകാം. അപ്പൊ അത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്.